തിരുവനന്തപുരം കാട്ടാക്കടയിൽ പട്ടാപ്പകൽ അതിവിദഗ്ധമായി വ്യാപാര സ്ഥാപനങ്ങളിൽ കവർച്ച നടത്തി മുങ്ങുന്ന ഒരു മോഷ്ടാവുണ്ട്. കൃത്യമായ പ്ലാനിങ്ങോടെ ഒരു പിഴവും വരാത്ത രീതിയിൽ നിരവധി മോഷണങ്ങൾ നടത്തി വിലസുകയായിരുന്നു പൂവച്ചൽ സ്വദേശി ഷറഫുദ്ദീൻ. പക്ഷേ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലെ സമ്മർദ്ദം തേടി പോലീസ് നടത്തിയ അന്വേഷണം ഒടുവിൽ പ്രതിയെ കുടുക്കി. മോഷണം മാത്രമല്ല, കഞ്ചാവ് വിൽപ്പനയും തൊഴിലാക്കിയ പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. പട്ടാപ്പകൽ ആളില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങൾ മനസ്സിലാക്കി വെക്കും. പിന്നീട് ഓരോ സ്ഥാപനങ്ങളിലും മുൻഗണനാക്രമത്തിൽ മോഷണം നടത്തും. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ സമാനമായ രീതിയിൽ പ്രതി മോഷണം നടത്തി വരികയായിരുന്നു. മോഷണത്തിലെ സമാനതകൾ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പൂവച്ചൽ ഉണ്ടപ്പാറ CSI പള്ളിക്ക് സമീപം കുഞ്ചു വീട്ടിൽ ഷറഫുദ്ദീൻ പിടിയിലായത്. കൂലിപ്പണിക്കായി പോകുന്ന രീതിയിൽ കക്ഷത്തിൽ ഒരു കവറുമായി ബസ്സിൽ കയറുന്ന പ്രതി സ്ഥലത്തെ പ്രധാന കവലയിൽ ഇറങ്ങും. തിരക്കൊഴിഞ്ഞ കടകൾ, തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയം ഒക്കെ നോക്കിവെക്കും. പിന്നീട് കടയിൽ ആളില്ല എന്ന് കാണുന്ന തക്കത്തിന് അകത്ത് കയറി പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിക്കും. മോഷണശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പുറത്തിറങ്ങി തിരികെ ബസ് സ്റ്റോപ്പിലെത്തി ബസ് കയറി മടങ്ങും. ഇക്കഴിഞ്ഞ 29-ാം തീയതി ഊരുട്ടമ്പലം ആശാ ഫർണിച്ചർ എന്ന സ്ഥാപനത്തിനുള്ളിൽ പട്ടാപ്പകൽ കയറിയ പ്രതി മുറിക്കുള്ളിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 18,000 രൂപ മോഷ്ടിച്ചു കടന്നിരുന്നു. പേയാട്, ഊരുട്ടമ്പലം ഭാഗങ്ങളിലായിരുന്നു ഷറഫുദ്ദീൻ മോഷണം നടത്തി വന്നിരുന്നതെന്ന് പോലീസ്. അതേസമയം പ്രതി മറ്റിടങ്ങളിലും സമാന രീതിയിൽ മോഷണം നടത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ്. ഷറഫുദ്ദീൻ നിരവധി കഞ്ചാവ് കേസുകളിലും പ്രതിയാണ്. പ്രതി നടത്തിയ മറ്റ് കവർച്ച കേസുകളും അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.